ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഹെയർ കട്ടിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു 2-3 പ്രാവശ്യമായിട്ട് ഞാൻ തനിയാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. നമുക്ക് ലെയർ കട്ടിങ് ആരുടെ ഹെൽപ്പ് കൂടാണ്ട് ഒരു 3 സ്റ്റെപ്പായിട്ട് എങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. ഞാനൊന്ന് അത്യാവശ്യം ഒന്ന് ചീകി എടുക്കുന്നുണ്ട്. മുടിയിൽ കെട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചീകി കൊടുക്കുക. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ചീകി കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ചെയ്യണം. നന്നായിട്ട് മുടിയിൽ ഒന്നും ജടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ചീകി എടുത്തതിന് ശേഷം നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. കെട്ടി ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ബൺ ചെയ്ത് കൊടുക്കാം. ബണ്ണിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് താഴെയും കൂടെ ഒരു ബണ്ണിട്ട് കൊടുക്കാം. താഴോട്ടൊന്ന് ചീകി ബൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെയും നമ്മൾ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ഇച്ചിരി മുടിയെ കട്ട് ചെയ്യുന്നുള്ളൂ, കാരണം ഞാൻ ഈ അടുത്ത സമയത്താണ് കട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഇച്ചിരി മുടിയെ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത് കുറയ്ക്കാം. അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. മതി. അടുത്തത് നമുക്കിതിനെ മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഫുൾ മുടിയും ഫ്രണ്ടിലോട്ട് ഇട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഒന്ന് മുടി ചീകി കൊടുക്കണം. നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മുടി ചീകണം. ഇനി നമുക്ക് ഒരു പകുതി ഈ ചെവിയുടെ അവിടെയൊന്ന്, നമ്മുടെ ചെവിയുടെ അവിടെയൊന്ന് ഇങ്ങനെ ഒരു ലെയർ എടുക്കുക. കാണുന്നുണ്ടോ? രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. ഇത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം രീതിക്ക് ഫ്രണ്ടിലോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് ചീകുക. ബൺ വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്യും, നല്ല ടൈറ്റായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെയും കൂടെ ഒന്ന് ചീകി ഓരോ ബണ്ണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും
നമ്മൾ നേരത്തെ മുറിച്ച നമ്മൾ ഏറ്റവും ഫസ്റ്റ് കട്ട് ചെയ്തതുപോലെ തന്നെ അത്രയും ലെങ്തിൽ ഇവിടെയും കട്ട് ചെയ്യാം. നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇനി ഒരു സ്റ്റെപ്പും കൂടെ ആയാൽ നമ്മുടെ ഹെയർ കട്ടിങ് കഴിഞ്ഞു. ഇനി ഇത് പുറകിലോട്ട് ഇട്ട് കൊടുക്കുക. പുറകിലോട്ട് ഇട്ടു. ഇനി വീണ്ടും നേരത്തെ പോലെ തന്നെ ഒരിക്കൽ കൂടെ ഒന്ന് നന്നായിട്ട് മുടി ചീകി ഒതുക്കുക. ഇങ്ങനെ നന്നായിട്ട് ചെയ്യുക. നന്നായിട്ട് ചീ കൊടുക്കുക. കാരണം നമ്മൾ മുന്നോട്ടൊക്കെ ഇടുന്ന നേരത്ത് വീണ്ടും അത് ജട കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് വീണ്ടും ചീ കൊടുക്കുക. നമ്മൾ നേരത്തെ ചെവിയുടെ ആ സൈഡിൽ നിന്നാണ് നമ്മളിങ്ങനെ എടുത്തത്. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതേപോലെ എടുക്കുക. ഇങ്ങനെ എടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഈ മുടി ഒന്ന് ബാക്കിൽ കെട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചീകി കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ബൺ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ വീണ്ടും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വെട്ടിയ അതേ ലെങ്ത് തന്നെയാണ് ഇവിടെയും വെട്ടി കൊടുക്കേണ്ടത്. കട്ട് ചെയ്തു. നമ്മൾ ഏറ്റവും ഫസ്റ്റ് എത്ര ലെങ്തിൽ വെട്ടിയോ അത്രയും ലെങ്തിൽ തന്നെയാണ് നമ്മളിവിടെയും കട്ട് ചെയ്തത്. കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഊരി കൊടുക്കാം. ഊരിയിട്ടുണ്ട്. നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഹെയർ കട്ടിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. നമുക്ക് 3 സ്റ്റെപ്പ് കൊണ്ട് പെട്ടെന്ന് തീരും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നമുക്ക് ലെങ്ത് കുറച്ച് വെട്ടിയിടാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് വെട്ടാറ്. ഇങ്ങനെ നമ്മൾ അഴിച്ചിടുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് എണ്ണയൊക്കെ തേച്ച് മുടി ഒന്ന് വെട്ടാൻ നേരത്ത് നമ്മൾ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഒതുങ്ങി കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ മുടി വാഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നായിട്ടത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് വിചാരിക്കണം. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.